I am Dr. Fazil Mohammed Azim, Senior Consultant Cardiothoracic Surgeon. So I'm going to tell you about minimally invasive cardiac surgery and how it is changing the way we practice cardiac surgery on a day-to-day basis. Minimally invasive cardiac surgery എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കീ ഹോൾ കാർഡിയാക് വഴി ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നെഞ്ച് മുഴുവൻ ഇവിടെ നടുക്ക് തുറന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതില്ലാതെ നെഞ്ചിൻ്റെ സൈഡിൽ കൂടെ ഒന്നുകിൽ വലത് സൈഡ് അല്ലെങ്കിൽ ഇടത് സൈഡിൽ കൂടെ ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ കൂടെ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വെക്കാനും ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യാനും പറ്റും. അതിൻ്റെ ഒരു നെക്സ്റ്റ് അഡ്വാൻസ് സ്റ്റേജാണ് റോബോട്ടിക് അസിസ്റ്റഡ് ഹാർട്ട് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഷ്യൻസിനെ ഏർലി ആയിട്ട് വീട്ടിൽ വിടാം, റിക്കവറി വിൽ ബി ഫാസ്റ്റർ, പെയിൻ വിൽ ബി ലെസ്, ഓപ്പൺ സർജറിയുടെ സെയിം റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് SSI മന്ത്ര എന്ന റോബോട്ടിക് സിസ്റ്റമാണ് ഈ കാണുന്നത്. Unlike human beings, റോബോട്ടിന് 4 ആംസ് ഉണ്ട്. 4 കൈകൾ വെച്ചിട്ട് നമുക്ക് പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ക്യാമറയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു ട്രെയിനിങ് ഡിവൈസിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അതുകൂടാതെ ഇത് 3 കൈകളാണ്, റോബോട്ടിൻ്റെ 3 കൈകളാണ്. ഇത് 3 ഇൻസ്ട്രുമെന്റ്സ് ഓരോ കൈകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 കൈകളും വേറൊരു കൺസോളിൽ ഇരുന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് റോബോട്ടിൻ്റെ സർജൻ കൺട്രോൾ പാനൽ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് സർജൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റോബോട്ടിക് ആർംസ് കൺട്രോൾ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ഗ്ലാസ് ഉണ്ട്, സെൻസേഴ്സ് ഉള്ള ഒരു ഗ്ലാസ് ആണ്. അത് വെച്ചിട്ട് വേണം സ്ക്രീനിൽ നോക്കി നമുക്ക് ഫോക്കസ് ചെയ്ത് പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് എനിക്ക് ഇവിടുത്തെ സ്ക്രീനിൽ പേഷ്യൻറ്റിൻ്റെ അകത്തുള്ള ഏത് ഓർഗനിലാണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ ഓർഗൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ കാർഡിയാക് സർജനാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഹാർട്ട് ഫോക്കസ് ചെയ്ത് കാണുന്നത് ഈ സ്ക്രീനിലാണ്. ഇനി നമുക്കിത് പല ഇൻസ്ട്രുമെൻസും അകത്തോട്ട് കടത്തിയിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ്സ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഡിവൈസസ് ആണത്. ഇത് വെച്ചിട്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സൂം ചെയ്ത് അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഇത് അൺസൂം ചെയ്യുന്നതാണ്. ഈ 2 ഇൻസ്ട്രുമെൻറ്റ്സും വെച്ചിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞാനിപ്പോൾ നോക്കുന്നത് ഇവിടെ ഇതൊരു ട്രെയിനിങ് മോഡ്യൂളാണ്. ഇപ്പം അതിൽ നിന്നൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടിടാനാണ് ശ്രമിക്കുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബേസിക് വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. നമ്മൾ അൺലൈക്ക് നമ്മുടെ ഹ്യൂമൻ റിസ്റ്റ് ഇല്ലാത്ത പല മൂവ്മെൻറ്റ്സും നമുക്ക് ഈ റോബോട്ടിക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. 6 degrees ഓഫ് മൂവ്മെൻറ്റ്സ് കിട്ടും. സോ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഫൈൻ മൂവ്മെൻറ്റ്സ് നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് കാർഡിയാക് സർജറി, വിച്ച് ഒരു റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ട് നമുക്ക് പലതരം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. വാൽവ് മാറ്റി വയ്ക്കൽ, ഹാർട്ടിനകത്തുള്ള ട്യൂമേഴ്സ്, ജന്മന വരുന്ന പല ഹാർട്ട് കണ്ടീഷൻസ്, ബൈപ്പാസ് ഓപ്പറേഷൻ, അങ്ങനെ പല ഓപ്പറേഷൻസും നമ്മളിങ്ങനെ ഈ റോബോട്ടിക് ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ സ്കാറിൽ കൂടെ ചെയ്യാൻ പറ്റും.